my YouTube channel Trinity Voice. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. മിസ്രയീം വിട്ടതിൽ ഖേദിപ്പാനില്ലൊന്നും ആശ്വാസദേശമൻ മുന്നിലുണ്ട്. മിസ്രയീം വിട്ടതിൽ ഖേദിപ്പാനില്ലൊന്നും ആശ്വാസദേശമൻ മുന്നിലുണ്ട്. ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി ഓർ ജനസിസ്. ഉൽപ്പത്തി 12:13 വാക്യം. ജനസിസ് 12:13. നീ എൻ്റെ സഹോദരി എന്ന് പറയണം, എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. Say I pray thee, thou art my sister, that it may be well with me for thy sake, and my soul shall live because of thee. Second session. റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന ബുക്കിലേക്ക്. For others, God gets our attention with less drastic method. Regardless, surrendering is never just a one-time event. Paul said, I die daily. There is a moment of surrender, and there is the practice of surrender, which is moment by moment and lifelong. The problem with a living sacrifice is that it can crawl off the altar. So you may have to resurrender your life 50 times a day. You must make it a daily habit. Jesus said, if people want to follow me, they must give up the things they want. They must be willing to give up their lives daily to follow me. തേർഡ് സെഷനിലേക്ക് പോകാം. പ്രൊവർബ് ഓർ സദൃശവാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ 11 അധ്യായത്തിൻ്റെ 26 വാക്യം. Proverbs chapter 11:26. ധാന്യം പൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും, അത് വിൽക്കുന്നവന്റെ തലമേലോ അനുഗ്രഹം വരും. He that withholdeth corn, the people shall curse him, but blessing shall be upon the dead of him that selleth it. Fourth session. Matthew chapter 4:25. മത്തായി 4:25. അവൻ അവരെ സൗഖ്യമാക്കി ഗലീല, ദക്കപ്പൊലി, യെരുശലേം, യഹൂദ്യ, യോർദാനക്കര എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാർ അവനെ പിന്തുടർന്നു. And there followed him great multitudes of people from Galilee and from Decapolis and from Jerusalem and from Judea and from beyond Jordan. ഫിഫ്ത്ത് സെഷനിലേക്ക് പോവാം. ശരിയായ അനുഗാമികൾ. യേശുവിൻ്റെ ശരിയായ കുടുംബം. മർക്കോസ് 3:31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. ഒരിക്കൽ ഒരു വീടിനുള്ളിൽ യേശു ഒരു ജനക്കൂട്ടത്തോടൊപ്പം ഇരിക്കുകയായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും അവിടെ വന്നു. അവർ വെളിയിൽ നിന്ന് ആളയച്ച് അവനെ വിളിപ്പിച്ചു. ഇതാ നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. അവർ അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? യേശു ചോദിച്ചു. ചുറ്റും ഇരിക്കുന്നവരെ നോക്കി അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരങ്ങളും ഇവിടെയാണ്.
ദൈവത്തെ അനുസരിക്കുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും അമ്മയും. നമുക്ക് എൻ്റെ ഉള്ളടക്കം നോക്കാം. ഫസ്റ്റ് സെഷൻ, ഉൽപ്പത്തി അല്ലെങ്കിൽ ജനസിസ്. അബ്രഹാം സാറയോട് പറഞ്ഞു, നീ എൻ്റെ സഹോദരി എന്ന് പറയണം, എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. Say, I pray thee, thou art my sister, that it may be well with me for thy sake, and my soul shall live because of thee. സെക്കൻഡ് സെഷൻ, റിക് വാലൻസിൻ്റെ ബുക്കായത് പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. അതിൽ നിന്ന് ഉള്ളടക്കം 2 പോയിന്റ് നമ്മളിവിടെ എഴുതിയെടുത്തിട്ടുണ്ട്, അത് വായിക്കാം. ഫോർ അതേഴ്സ് ഗോഡ് ഗെറ്റ്സ് അവർ അറ്റൻഷൻ with less drastic methods. Regardless, surrendering is never just a on-time event. Third session, proverb or സദൃശവാക്യങ്ങൾ. ധാന്യം പൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും എന്ന് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അത് വിൽക്കുന്നവന്റെ തലമേലോ അനുഗ്രഹം വരും. He that withholdeth corn, the people shall curse him, but blessing shall be upon the head of him that selleth it. Fourth session, മാത്യു ഓർ മത്തായി. യേശു ജനങ്ങളെ സൗഖ്യമാക്കി. ഗലീല, ദക്കപ്പലി, യെരുശലേം, യഹൂദ്യ, യോർദാനക്കര എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരെ അവനെ പിന്തുടർന്നു. And there followed him great multitudes of people from Galilee and from Decapolis and from Jerusalem and from Judea and from beyond Jordan. എല്ലാ സെഷനോടെ അവസാനിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.